ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടുത്തെ പദ്ധതികളെക്കുറിച്ചോ വഴികളെക്കുറിച്ചോ നമുക്ക് അറിവുണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് നമുക്കെപ്പോഴും ചെയ്യാനുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? സമറിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള കർത്താവിൻ്റെ സംഭാഷണത്തിലെ ഒരു വചനമാണിത്. സമറിയാക്കാരി കിണറിൻ്റെ കരയിൽ വെള്ളം കോരാൻ വന്നപ്പോൾ ഈശോ അവളോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. യഹൂദനായ നീ എന്നോട് വെള്ളം ചോദിക്കുന്നോ കുടിക്കുവാൻ? യഹൂദനും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. അതാണ് സ്ത്രീയുടെ സംശയം. പക്ഷേ ഈശോ അവളോട് പറയുന്നത് ഇങ്ങനെയാണ്, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അതിനുള്ള മറുപടിയാണ് അവൾ പറയുന്നത്. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? അവൾ എല്ലാ ദിവസവും വന്ന് കോരിക്കൊണ്ടു പോകുന്ന ഈ വെള്ളം തന്നെ അതാണ് ജീവജലം എന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ കർത്താവ് അവളുടെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ കണ്ട്, അതായത് അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മുഴുവനും കർത്താവിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്ന് അവളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഒരു കൃപയെപ്പറ്റി കർത്താവ് സംസാരിക്കുകയായിരുന്നു. അവളെ കിണറ്റിലെ വെള്ളത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ കർത്താവ് അവളുടെ ആത്മാവിൻ്റെ ദുരവസ്ഥ കണ്ടിട്ട് ആ ദുരവസ്ഥയെല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്നതിന് അവൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈശോ അവളോട് പറഞ്ഞത്. അതവൾക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അവൾ പറഞ്ഞത്, നിൻ്റെ കയ്യിൽ പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഒരു കാര്യം കൂടി അവൾ ചോദിക്കുന്നു, ഈ കിണർ ഞങ്ങൾക്ക് തന്ന പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ഈ കിണർ അവർക്ക് കൊടുത്തത് യാക്കോബാണ്. യാക്കോബിൻ്റെ കിണറെന്നാണ് ആ കിണർ അറിയപ്പെടുന്നത്. അവനേക്കാൾ വലിയവനാണോ? അവൾക്ക് ഈശോയെ മനസ്സിലായേ ഇല്ല. ഈശോയിലെ ദൈവികത അവൾക്ക് ഒറ്റപ്പിടുത്തവും കിട്ടിയിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെറും മാനുഷികമായ ചിന്തകളാലാണ് പലപ്പോഴും നമ്മൾ നയിക്കപ്പെടുന്നത്. വെള്ളം കോരാനുള്ള ഒരു സംവിധാനങ്ങളുമില്ലാത്ത നീ ജീവജലം വിതരണം ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്നുവോ? അതാണ് അവളുടെ സംശയം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കുക ദൈവത്തിന് ഒന്നും അറിയില്ല എന്നാണ്. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഒരു മറയുമില്ലാത്ത ഒരു തുറന്ന പുസ്തകം പോലെയാണെന്ന് നമുക്കൊരു പിടുത്തവുമില്ല. 139-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ തിരുവചനം നമ്മോടിങ്ങനെ പറയുന്നു, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. 139-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ തിരുവചനം എൻ്റെ അന്തസത്ത ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. കുശവൻ മണ്ണ് കുഴച്ച്, കളിമണ്ണ് കുഴച്ച് നമ്മുടെയൊക്കെ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ അവൻ കൈകൊണ്ട് രൂപപ്പെടുത്തി വരുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് കണ്ട് രൂപപ്പെടുത്തിയതാണ്. ജെറമിയായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ജെറമിയായോട് കർത്താവ് പറയുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ എന്താണ്? എൻ്റെ ഉള്ളംകാലം മുതൽ ഉച്ച വരെയുള്ള ഓരോ ഭാഗങ്ങളും
എൻ്റെ ജീവിതത്തെ മുഴുവനും എല്ലാം സൂക്ഷ്മതയോടെ അറിയുന്നവനാണ് എൻ്റെ ദൈവം. ഒരു വാക്ക് എൻ്റെ നാവിൽ ഉതിരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നെൻ്റെ ദൈവം അറിയുന്നുവെന്ന് 139 സങ്കീർത്തനം. ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ദൈവം അറിയുന്നു ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നത്. ഈശോയും പറഞ്ഞിട്ടില്ലേ, നിൻ്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ തലയിൽ എത്ര തലമുടി ഇഴയുണ്ടെന്ന് എൻ്റെ ദൈവത്തിനറിയാം. പക്ഷെ ഒരു മനുഷ്യനും അറിയത്തില്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെയും തലയിൽ എത്ര തലമുടി ഇഴകൾ ഉണ്ട് എന്ന്. അത്രത്തോളം കരുതലോടെ എന്നെ അറിയുന്നവനാണ് എൻ്റെ ദൈവം. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു കണിക അത് മാത്രമാണ് നമുക്ക് ആവശ്യം. നമ്മുടെയും ജീവിതത്തിലെ വലിയ പ്രശ്നമാണ് എല്ലാം നമ്മൾ മാനുഷികമായ രീതിയിലാണ് കാണുക. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ എനിക്കൊന്ന് നോക്കിക്കാണാൻ പലപ്പോഴും സാധിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കാണാത്തിടത്തോളം കാലം എനിക്ക് അനുഗ്രഹം പ്രാപിക്കാനും എനിക്കൊരു സ്വസ്ഥതയുള്ള ജീവിതവും ലഭിക്കുക സാധ്യമല്ല. കാരണം ഞാൻ എപ്പോഴും അസ്വസ്ഥനായിരിക്കും, ഞാൻ എപ്പോഴും അസംതൃപ്തനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളില്ലാത്തതിനെക്കുറിച്ച്, സമ്പത്തില്ലാത്തതിനെക്കുറിച്ച്, പണമില്ലാത്തതിനെക്കുറിച്ച്, അങ്ങനെ എൻ്റെ എല്ലാ ഇല്ലായ്മകളെക്കുറിച്ചും ഞാൻ ഒത്തിരി അസ്വസ്ഥനായിരിക്കും. ആ ഇല്ലായ്മകളായിരിക്കും എൻ്റെ മുമ്പിൽ എപ്പോഴും കൂടിക്കൂടിയിരിക്കുക. പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നമ്മളെ നോക്കിക്കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവിടെയെല്ലാം നമുക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും വരാതെ മാനുഷികമായ രീതിയിലുള്ള എൻ്റെ കാഴ്ചപ്പാടുകളെ ഞാൻ മാറ്റിവെച്ചിട്ട് പകരം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ കാണുമ്പോൾ ദൈവമേ നന്ദി എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ദൈവം എന്നെ എത്ര അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം വിശ്വാസത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത അതാണ്. രോഗം വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകും. രോഗം കുറച്ച് നീണ്ടു നിൽക്കുന്നു. എന്ത് രോഗമാണെന്ന് കൃത്യമായിട്ട് പറയാൻ ഒരു ഡോക്ടർമാർക്കും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ടെൻഷനും അസ്വസ്ഥതകളും വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു വീട് പണിയാനായിട്ട് നമ്മൾ പോകുന്നു, നമ്മളൊരു സ്ഥലം വാങ്ങാനായിട്ട് പോകുന്നു, നമ്മുടെ മക്കൾക്ക് ജോലിക്കായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇമാതിരിയുള്ള ആവശ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ച് ദൈവതിരുമനസ്സനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? രോഗം, നമ്മുടെ വീട് പണി, നമ്മുടെ സ്ഥലം വാങ്ങലുകൾ, മക്കളുടെ ജോലികൾ, വിദ്യാഭ്യാസം, കല്യാണം, അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാൻ അതിനായി എന്നെ വിട്ടുതരുന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ സാധിക്കുമോ? സാധിക്കില്ല. നമ്മൾ പറയും എങ്കിലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണ്ടേ. ഒത്തിരി ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ നിരത്താനുണ്ട്. നീ എന്നെ അനുഗ്രഹിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. നീ ചെയ്യലാത്തതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയാണ്. ഹോസിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ അവന് പ്രവാചകന് വിളി ലഭിച്ച ഉടനെ ദൈവം അവനോട് പറഞ്ഞു, നീ തെരുവിൽ ചെന്ന് ഒരു വേശ്യയെ കല്യാണം കഴിക്കുക. നീ എന്ത് വർത്തമാന ദൈവമേ പറയുന്ന ഹോസിയ പ്രവാചകൻ ചോദിച്ചില്ല. അവൻ തെരുവിൽ പോയി ഗോമർ എന്ന പേരുള്ള ഒരു വേശ്യയെ അവൻ കല്യാണം കഴിച്ചു. അവന് വേണമെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? ഇതിലൂടെ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ഇതിലൂടെ എൻ്റെ ജീവിതം ദൈവം തകർത്ത് കളയണോ? പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെ ദൈവം പറഞ്ഞോ അതൊക്കെ അവൻ അനുസരിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ്സിനെ മാറ്റിമറിക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. നമ്മളൊക്കെ കാര്യങ്ങൾ വഷളാകുമ്പോഴാണ് പലപ്പോഴും പ്രാർത്ഥിച്ചു തുടങ്ങുക. രോഗം കഠിനമായി മൂർച്ഛിച്ചു കഴിയുമ്പോൾ, പിടുത്തം വിടുന്നുവെന്ന് തോന്നുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും. മക്കളുടെ കല്യാണം ആലോചിച്ചു, കല്യാണം നടക്കുന്നില്ലാത്ത ഒരവസ്ഥ വന്നു, ഒരുപാട് തടസ്സങ്ങൾ വരുന്നു, അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും.
മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെ വീട് പണി എവിടെ എത്താതെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം നമ്മുടെ സ്വന്തം കഴിവുകൾ എല്ലാം അവസാനിച്ച് കഴിയുമ്പം മാത്രം നമ്മൾ എടുക്കുന്ന ഒരു ആയുധമാണ് പ്രാർത്ഥന. മറിച്ച് എപ്പോഴും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് എല്ലാ സംഭവത്തെയും അങ്ങനെ നോക്കിക്കണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചാൽ, ദൈവമേ ഇതാ ഞാൻ എൻ്റെ കരം അങ്ങേക്ക് വിട്ടുതരുന്നു, നീ പിടിച്ചെന്നെ മുന്നോട്ട് നയിച്ചാൽ മതി എന്ന് പറഞ്ഞ് കർത്താവ് നയിക്കുന്ന ഇടങ്ങളിലൂടെ എല്ലാം പോകാൻ ഒരു മനസ്സ് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നിക്കോദേമോസും ഈശോയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ സാധിക്കുമോ? ഈശോ അവനോട് പറയുന്നു, നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മളാണ് നോക്കുക. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനു വന്നു, ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് നിയന്ത്രണം വയ്ക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. നമ്മളല്ല ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. കർത്താവേ നീ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, നമ്മളല്ല അവിടത്തേക്ക് ഉപദേശം കൊടുക്കേണ്ടത്. കാറ്റിൻ്റെ ഗതി നമ്മളല്ല നിയന്ത്രിക്കേണ്ടത്, അതിൻ്റെ നിയന്ത്രണം നമ്മളല്ല ഏറ്റെടുക്കേണ്ടത്. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം നമ്മോട് പറയുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ. നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഈ വചനത്തിൽ നമുക്ക് മറുപടി ലഭിക്കും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ. ഹോസിയ പ്രവാചകനോട് നീ പോയി വേശ്യയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ഒരു 10 പ്രാവശ്യം ചോദിക്കും, അത് വേണോ കർത്താവേ, അത് വേണോ കർത്താവേ, അത് ശരിയാണോ കർത്താവേ? പ്രവാചകൻ ഒന്നും ചോദിച്ചില്ല. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ. ഇതാണ് അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ബുദ്ധിക്കും അനുസരിച്ച് കാര്യങ്ങൾ നീക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയങ്ങളിലാണ് ചെന്ന് വീഴുക. ഒരു പരാജയത്തിലെങ്കിലും ദൈവമേ എന്നൊന്ന് വിളിക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ വലിയൊരു കൃപ നമുക്ക് ലഭിക്കും. ജോഷുവയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം, ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല, കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രം മുഴുവൻ ലേവി ഗോത്രം, ലേവിയുടെ മക്കൾ മുഴുവനും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്ന വിശുദ്ധ നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അവർക്ക് വീതം വെച്ച് കൊടുത്തു ഭൂമി. ജോഷുവയുടെ പുസ്തകം 18-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല, കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ബാക്കി എല്ലാ ഗോത്രങ്ങൾക്കും ഇഷ്ടംപോലെ ഭൂമി, ആടുമേയ്ക്കാനുള്ള സ്ഥലം, കൃഷിസ്ഥലം, ആടുമേയ്ക്കലും കൃഷിയുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥലങ്ങളുമൊക്കെ അവർക്കെല്ലാവർക്കും നൽകി. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല, കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി എന്ന് പറഞ്ഞ് അവരോട് അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ജീവിക്കുവാൻ പറഞ്ഞു. നമുക്ക് ദൈവത്തിൻ്റെ തിരുമനസ്സാണത്. ഒരു ലേവ്യനും ഒരു പരാതിയും പറഞ്ഞില്ല. പുരോഹിത ഗണത്തിൽ ആരും പട്ടിണി കിടന്ന് മരിച്ചിട്ടുമില്ല. ഒരു പുരോഹിതൻ പോലും ഭക്ഷണമില്ലാതെ അവിടെ വലഞ്ഞിട്ടുമില്ല. കാരണം എന്താണ്? കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി.
നോക്കുക, ദൈവത്തിൻ്റെ തിരുമനസ് എത്ര വലുതാണ്. ബാക്കിയുള്ളവർക്കെല്ലാം കൃഷിസ്ഥലം, ആടുമേയ്ക്കാൻ സ്ഥലം എല്ലാം കൊടുത്തു. മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഓഹരി ലഭിക്കാത്ത ഒരു ഗോത്രം മാത്രം, ഞങ്ങൾക്ക് നീ ഒന്നും തന്നില്ല. ഒരുപാട് മക്കൾ ഇത്തരത്തിൽ മാതാപിതാക്കളെക്കുറിച്ച് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൻ എനിക്ക് മാത്രം ഒന്നും തന്നില്ല, അല്ലെങ്കിൽ ഞാനാണ് ആ വീട്ടിൽ കിടന്ന് ഒത്തിരിയേറെ അധ്വാനിച്ചത്, അതിനനുസരിച്ച് ഒരു മര്യാദ അപ്പൻ എന്നോട് കാണിച്ചില്ല. ഇങ്ങനത്തെ പരാതികളുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി എന്ന് പറഞ്ഞ് ലേവി ഗോത്രത്തിന് ഒന്നും കൊടുക്കാതിരുന്നിട്ടും അവർക്കൊന്നും സംഭവിച്ചില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മാനുഷികമായ ചിന്തകളും ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്പ്പെടുന്നതും നമ്മളൊന്ന് താരതമ്യം ചെയ്യുക. സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നത് പോലെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ വിശ്വാസം അർപ്പിക്കുക. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ചെയ്യുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതിരിക്കുക. അവിടെ കൃപയുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. എൻ്റെ ഒരു പഴയ ഇടവകയിൽ ഒരു കുടുംബനാഥൻ വളരെ പെട്ടെന്ന് രോഗിയായി. പരിശോധനയിൽ മനസ്സിലായി 2 കിഡ്നികളും പഴുത്ത് വീർത്ത് അങ്ങേയറ്റമെത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടൊരു നിമിഷമില്ല. അങ്ങനെ ആ കുടുംബം വളരെ വേദനയിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, നാട്ടുകാരും വീട്ടുകാരുമെല്ലാം. ഒരു 50 നോമ്പ് കാലത്തായിരുന്നു. 2 നേരവും വിശുദ്ധ കുർബാനയുണ്ട്. മകൻ ആശുപത്രിയിൽ നിന്ന് വിളിച്ചെന്നോട് ചോദിച്ചു, അച്ഛാ, കുടുംബക്കല്ലറ ഉണ്ടോ എന്ന്. അത്രത്തോളം എത്തിക്കഴിഞ്ഞു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അടക്ക് എന്ന് പോലും അവരെല്ലാം ചിന്തിച്ച് മനസ്സിലുറപ്പിച്ചു. അന്ന് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് കുർബാനയ്ക്ക് പൈസ തന്നച്ചാ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ കുർബാന അദ്ദേഹത്തിന് വേണ്ടി ചൊല്ലി കാഴ്ചവെച്ചു. പിറ്റേ ദിവസവും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരും പ്രാർത്ഥിച്ചു. അല്പാൽപ്പം കുറഞ്ഞു വരാൻ തുടങ്ങി. കുറഞ്ഞ് വർഷങ്ങൾ 10-12 കഴിഞ്ഞു. ആ മനുഷ്യൻ സുഖമായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി എത്ര വിചിത്രമാണ്. മകൻ കുടുംബക്കല്ലറ ബാക്കിയുണ്ടോ എന്ന് പോലും ചോദിച്ചതാണ്. അത്രത്തോളം അങ്ങേയറ്റത്ത് എത്തി. പക്ഷേ കർത്താവിൻ്റെ ഒരു കൃപ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച്. ആ പിതാവിനെ കുടുംബക്കല്ലറയിൽ സംസ്കരിക്കാൻ സമയമായിട്ടില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വന്നു. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മോട് പറയുന്നത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. സ്വന്തം ബുദ്ധിയിൽ ഒരിക്കലും ആശ്രയിക്കരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ മോശ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. അതായത് ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ദൈവം മോശയെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് അയക്കുകയാണ് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പം ദൈവം അവനോട് മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ മോശ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. മോശ ദൈവത്തിൻ്റെ വിളി ലഭിച്ചു കഴിഞ്ഞപ്പോൾ മോശ ഇരുന്ന് ആലോചിച്ചു, ഞാൻ പോയി ഈ കാര്യങ്ങളൊക്കെ നടത്തിയാൽ ശരിയാകുമോ? ഒന്നാമത് വിക്കനാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരുമ്പോഴേക്കും നേരം പോകും. അതുകൊണ്ട് ഞാനിത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ശരിയാകുമോ? മോശ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മോശ പറയുന്നത്, നീ എന്നോട് സംസാരിച്ചല്ലോ,
വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി. മുൾപടർപ്പങ്ങൾ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പോലും അങ്ങനോട് സംസാരിച്ചതിന് ശേഷം പോലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതായത് അത്ഭുതമൊന്നും നടന്നിട്ടില്ല എന്ന് അർത്ഥം. ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. അതായത് നീ പ്രത്യേകിച്ചൊരു അനുഗ്രഹം എൻ്റെ വിക്കങ്ങ് എടുത്ത് മാറ്റി തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റാരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട് ഈജിപ്തിലേക്ക്. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നിൻ്റെ വിക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. സംസാരപാഠവുമില്ല, സമ്മതിച്ചു. വാക്ചാതുര്യമില്ല, സമ്മതിച്ചു. അങ്ങ് സംസാരിച്ചതിന് ശേഷവും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നീ പുറപ്പെടുക. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നിൻ്റെ വിക്ക് മാറ്റുന്നൊന്നുമില്ല, പക്ഷേ സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിച്ചോളാം. ഞാനാണ് ചെയ്യുന്നത്. സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതിരിക്കുക. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. അതെപ്പോഴാ? നേരത്തെ അല്ല, സമയത്ത് ഞാൻ പഠിപ്പിച്ചോളും. നീ ഒന്നും പേടിക്കണ്ട. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം 23-ാം തിരുവചനങ്ങളിൽ മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും നയിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. കർത്താവിനോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുന്നു, നെബോ മലയിലെ പിസ്ഗയുടെ മുകളിൽ കയറി കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. അവസാന കാലഘട്ടത്തിൽ മോശെ ദൈവം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അതായത് മരുഭൂമി യാത്രയ്ക്കിടയിൽ ഇസ്രായേൽ ജനത്തിൻ്റെയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ കർത്താവ് മോശയോട് പറഞ്ഞു, നീ അതിൽ പ്രവേശിക്കുകയില്ല. ജോഷുവയായിരിക്കും അവിടെ പ്രവേശിച്ച് അവർക്ക് വീതം വെച്ച് കൊടുക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, മോശ വളരെ താഴ്മയോടെ ദൈവത്തോട് അപേക്ഷിച്ചു, ജോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ദൈവം അത്ര ശക്തമായിട്ട് പറഞ്ഞു. പക്ഷേ മോശ അവിടെ താണു വണങ്ങി. നമുക്കറിയാം, ആ അധ്വാനത്തിൻ്റെ അവസാനം വാഗ്ദത്ത ഭൂമിയിലൊന്ന് കാലുകുത്താതെ മോശ മരിച്ചു. അവൻ ദൈവം പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് മോശ കീഴ്പ്പെടുക മാത്രമാണ് ചെയ്തത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, മോശയുടെ ആഗ്രഹം ന്യായമായിരുന്നുവെന്ന് ചിലപ്പോൾ നമ്മൾ പറയും. ജോർദാനക്കരെയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. ദൈവം അവനോട് പറഞ്ഞു, ഇനി എന്നോട് ചോദിക്കരുത്. ദൈവത്തിൻ്റെ തിരുമനസ് അതാണ്. അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല. മാനുഷികമായ രീതിയിൽ ചിന്തിക്കണ്ട. ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കേണ്ടതും കർത്താവിൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. തമ്പുരാൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെടുക, അതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. എന്താണോ ദൈവത്തിൻ്റെ തിരുമനസ്, എന്താണോ ദൈവത്തിൻ്റെ പദ്ധതി, അത് നിറവേറപ്പെടട്ടെ എന്നാഗ്രഹിക്കാം. മോശ അവസാനം മരിച്ചു, വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാതെ. ഇന്നും നമ്മൾ വിശുദ്ധ നാട്ടിൽ ചെല്ലുമ്പോൾ നെബോ മലയിൽ ആണ് നമ്മൾ ആദ്യം പോകാറ്. അവിടെ ചെന്ന് മോശ നിന്ന് കണ്ട ആ സ്ഥലമൊക്കെ അവിടെ നിന്നാൽ ഇസ്രായേൽ മുഴുവനും കാണാൻ സാധിക്കും.
കർത്താവ് അവനെ കാണിച്ചു കൊടുത്തു. നിയമാവർത്തനം 34 അധ്യായം 1 തിരുവചനത്തിൽ നെബോ മലയിലെ പിസ്കായുടെ മുകളിൽ കയറി കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ അതിൽ പ്രവേശിക്കുകയില്ല. മോശ ആ തിരുമനസ്സിന് കീഴ്പ്പെട്ടതുപോലെ നമുക്കും കീഴ്പ്പെടുവാനായിട്ട് ആഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങയുടെ തിരുമനസ്സിന് കീഴ്പ്പെടുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്പ്പെടുവാൻ ഞങ്ങൾ വിസമ്മതിച്ചു പോകുന്നു. നല്ല തമ്പുരാനെ, പരിശുദ്ധ അമ്മ ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടതുപോലെ ഞങ്ങൾക്കും കീഴ്പ്പെടാനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.